നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് ഖത്തർ പ്രോമെട്രിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ 2-year-old ചൈൽഡ് ഹാവ് കഫ് ഇൻ 2 days. വിച്ച് മെഡിക്കേഷൻ ഈസ് യൂസ്ഡ്? ഓപ്ഷൻ എ വിക്സ്, ഓപ്ഷൻ ബി ഹണി, ഓപ്ഷൻ സി ഡെക്സ്ട്രോമെത്തോർഫാൻ, ഓപ്ഷൻ ഡി ഡൈഫെൻഹൈഡ്രമിൻ. അപ്പോൾ 2-year-old ചൈൽഡിന് കഫ് റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് മെഡിക്കേഷനാണ് യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഹണിയാണ്. ഓക്കെ, ഹണി ഇറ്റ്സെൽഫ് കഫ് സൂത്തൻ ചെയ്യാനും കഫ് റിലീഫ് കിട്ടാനൊക്കെ നമുക്ക് കുട്ടികളിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. വേറെ ഓപ്ഷൻസ് പറയുന്ന വിക്സ് യൂഷ്വലി നമ്മൾ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല, പിന്നെ ഡയറക്റ്റ് ആ ഒരു കഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല വിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കഫ് സപ്രസന്റ് ആണ്. നമ്മൾ മോർ ദാൻ 6 years ഉള്ള കുട്ടികളിലാണ് അത് യൂസ് ചെയ്ത് വരുന്നത്. കുട്ടികൾ 2-year-oldനൊന്നും നമ്മൾ കഫ് സപ്രസന്റ് ആയിട്ട് ഡെക്സ്ട്രോമെത്തോർഫാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഡൈഫെൻഹൈഡ്രമിൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആന്റി ഹിസ്റ്റമിൻ ആണ്. അപ്പൊ 2-year-old ചൈൽഡിന് കഫിന് മെഡിസിൻ ആയിട്ട് നമുക്ക് ഹണി കൊടുത്താൽ തന്നെ കഫ് റിലീഫ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഒലീവ് ഓയിൽ, വൈറ്റമിൻ എ, വാട്ടർ. വിച്ച് ടൈപ്പ് ഓഫ് ഡോസേജ് ഫോം ഈസ് പ്രിപ്പയർഡ് ബൈ അബവ് ഇൻഗ്രീഡിയൻസ്? ഓപ്ഷൻ എ സൊല്യൂഷൻ, ഓപ്ഷൻ ബി എമൽഷൻ, ഓപ്ഷൻ സി സസ്പെൻഷൻ ആൻഡ് ഓപ്ഷൻ ഡി ലിനമെന്റ്സ്. ഇവിടെ ഒലീവ് ഓയിൽ, വൈറ്റമിൻ എ, വാട്ടർ ഇത് യൂസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡോസേജ് ഫോം ആണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആൻസർ വരുന്നത് എമൽഷൻ ആണ്. എമൽഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എമൽഷൻ എന്ന് പറയുമ്പോൾ 2 immiscible liquid. ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ യൂസിങ് എമൽസിഫയിങ് ഏജന്റ്. ഇവിടെ 2 immiscible liquid ആയിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒലീവ് ഓയിലും പിന്നെ അതേപോലെ വാട്ടർ. ഓയിൽ ആൻഡ് വാട്ടർ ആണ് ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വേറെ യൂസ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ. അത് അപ്പോൾ ഒലിവ് ഓയിലിൽ സൊല്യൂബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓയിൽ ആൻഡ് വാട്ടർ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഫോമിനെയാണ്, ഡോസേജിനെയാണ് നമ്മൾ എമൽഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു എമൽസിഫയിങ് ഏജന്റ് വെച്ചിട്ട് അത് സ്റ്റെബിലൈസും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ സൊല്യൂഷൻ ആണെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻഗ്രീഡിയൻസ് സെയിം ഫേസിൽ മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പേർഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് ലിനമെന്റ് എന്ന് പറയുന്നത് അത് ഒരു ലിക്വിഡ് ഓർ സെമി സോളിഡ് പ്രിപ്പറേഷൻ ആണ് ഫോർ എക്സ്റ്റേണൽ യൂസ്. അപ്പൊ ഇവിടെ ഓയിലും അതേപോലെ വാട്ടറും കൂടെ യൂസ് ചെയ്തിട്ടുള്ളതായ കാരണം നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ എമൽഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് VED അനാലിസിസ് ഇൻ ഇൻവെന്ററി മാനേജ്മെന്റ്? എ ടു ക്ലാസിഫൈ ഡ്രഗ്സ് ബേസ്ഡ് ഓൺ ദെയർ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, B to prioritize items based on their criticality in operations, C to analyze the therapeutic outcomes of medications, and D to ensure equal availability of all drugs in inventory. VED അതായത് വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ എന്ന് പറയുന്നത് ഒരു ഇൻവെന്ററി മാനേജ്മെന്റിലുള്ള VEDന്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് പറയുന്നത് എന്താണ്? ടു പ്രയോറിറ്റൈസ് ദി ഐറ്റംസ് ബേസ്ഡ് ഓൺ ദെയർ ക്രിട്ടിക്കാലിറ്റി ഇൻ ഓപ്പറേഷൻ. ഓക്കെ, നമ്മൾ ഓരോ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഓരോ ഡ്രഗ്സിൻ്റെയും ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്, കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഈ വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ എന്ന് പറയുന്നത്. വൈറ്റൽ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ക്രിട്ടിക്കൽ ഐറ്റം ആയിരിക്കും. ആ ഒരു ഐറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ മേജർ ഇഷ്യൂസ് കോസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും വൈറ്റലിൽ ഉണ്ടായിരിക്കുക. എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസും പിന്നെ ഡിസൈറബിൾ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ക്രിട്ടിക്കൽ ഐറ്റംസ് ആണ് ഒരു വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കുക ബേസ്ഡ് ഓൺ ദി ക്രിട്ടിക്കാലിറ്റി ഇൻ ദി ഓപ്പറേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഡിക്കേഷൻ ഈസ് കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് osteoarthritis in a 60-year-old patient with hypertension, type 2 diabetes, myocardial infarction and gastritis? Option A ibuprofen, option B celecoxib, option C aspirin and option D acetaminophen. ഇവിടെ ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഡ്രഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. പേഷ്യന്റിന് ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റിസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആൻഡ് ഗാസ്ട്രൈറ്റിസ് ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഒരു പേഷ്യന്റിന് സേഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും കൂടാത്ത സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഡ്രഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ ആയിട്ട് എന്ത് പറയാം? അസിറ്റമിനോഫൻ ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഗാസ്ട്രൈറ്റിസ് ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് സേഫ് ആയിട്ട് കൊടുക്കാം.
GI സൈഡ് എഫക്റ്റ് ഒന്നും പ്രത്യേകിച്ച് കോസ് ചെയ്യുന്നില്ല, അതേപോലെ കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഒന്നും കോസ് ചെയ്യുന്നില്ല ഈ ഒരു അസിറ്റമിനോഫൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിന് സേഫായിട്ട് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഐബുപ്രൂഫൻ, സെലിക്കോക്സിബ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഗാസ്ട്രൈറ്റിസ് കണ്ടീഷൻ വേഴ്സൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്, GI സൈഡ് എഫക്റ്റ് കോസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ കാർഡിയോവാസ്കുലർ റിസ്ക് ഒക്കെ കോസ് ചെയ്യുന്നത് കാരണം കൊണ്ട് നമുക്ക് എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഈ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഏതാണ്, അസിറ്റമിനോഫൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് വിത്ത് ഹൈപ്പർടെൻഷൻ ആൻഡ് ഡയബറ്റിസ് ഈസ് എക്സ്പീരിയൻസിങ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഡിക്കേഷൻ is most commonly used to treat erectile dysfunction in such patients? A. Sildenafil, B. Tamsulosin, C. Metformin and D. Amlodipine. അപ്പോൾ ഏതാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനുള്ള ഡ്രഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓപ്ഷൻ എ സിൽഡിനാഫിൽ ആണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ PDE5 ഇൻഹിബിറ്റർ. ബാക്കിയുള്ള ഡ്രഗ്സ് നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് യൂസ് ചെയ്യുന്നതല്ല. ഓക്കെ, ടാംസുലോസിൻ എന്ന് പറയുമ്പോൾ BPHന് യൂസ് ചെയ്യുന്നതാണ്. മെറ്റ്ഫോമിൻ ഏതാണ്, ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ് ആണ്. അംലോഡിപ്പിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാൽഷ്യം ചാനൽ ബ്ലോക്കർ. ഓക്കെ, ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് സിൽഡിനാഫിൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഓഫ് പ്രിമിഡോൺ? ഓപ്ഷൻ എ ഫെനിറ്റോയിൻ, ഓപ്ഷൻ ബി ഡോപ്പമിൻ, ഓപ്ഷൻ സി ഫിനോബാർബിറ്റൽ ആൻഡ് ഓപ്ഷൻ ഡി മെത്സക്സിമൈഡ്. അപ്പോൾ പ്രിമിഡോൺ, ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഓഫ് പ്രിമിഡോൺ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ഫിനോബാർബിറ്റോൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ പ്രിമിഡോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്. ആ പ്രിമിഡോൺ ലിവറിൽ മെറ്റബോളൈസ് ചെയ്തിട്ട് ടു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു മേജർ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഫിനോബാർബിറ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിമിഡോണിന്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ഫിനോബാർബിറ്റോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ഫസ്റ്റ് ലൈൻ തെറാപ്പി ഫോർ ദി മാനേജ്മെന്റ് ഓഫ് പാർഷ്യൽ സീഷേഴ്സ്? എ കാർബമസിപ്പിൻ, ബി ഫിനോബാർബിറ്റൽ, സി ഗാബാപെന്റിൻ, ഡി പ്രിമിഡോൺ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് കാർബമസിപ്പിൻ ആണ്. നമുക്ക് പാർഷ്യൽ സീഷറില് ഫസ്റ്റ് ലൈൻ ഏജന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കാർബമസിപ്പിൻ എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസിലുള്ള കൊടുത്തിട്ടുള്ള ഡ്രഗ്സ് ഒന്നും നമ്മൾ പാർഷ്യൽ സീഷറിൽ ഫസ്റ്റ് ലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. Okay, the next question is, which of the following regimen is the treatment of choice for a patient who develops a gastric ulcer caused by H. pylori infection? A. Famotidine and amoxicillin, B. Lansoprazole and clarithromycin, C. Misoprostol, clarithromycin, amoxicillin, D. clarithromycin, amoxicillin, lansoprazole. ഇതിൽ ഏതാണ് എച്ച് പൈലോറി കോസ് ചെയ്യുന്ന ഗാസ്ട്രിക് അൾസറിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ ഈ എച്ച് പൈലോറി ഇൻഫെക്ഷന് ട്രിപ്പിൾ തെറാപ്പി അതേപോലെ ക്വാഡ്രിപ്പിൾ തെറാപ്പിയാണ് നമ്മൾ പ്രിഫർ ചെയ്യല്. അപ്പൊ ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുമ്പോൾ അതിലൊരു മാക്രോലൈഡ് ആന്റിബയോട്ടിക് ഉണ്ടായിരിക്കും, പെനിസിലിൻ ആന്റിബയോട്ടിക് ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലാരിത്രോമൈസിൻ, അമോക്സിസിലിൻ, ലാൻസോപ്രസോൾ, ഈ 3 ഡ്രഗ് കൂടിയിട്ടുള്ളതാണ് ആ ഒരു ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ഓപ്ഷൻ സി മിസോപ്രസ്റ്റോൾ, ക്ലാരിത്രോമൈസിൻ, അമോക്സിസിലിൻ. അപ്പൊ ഇതിൽ നമുക്ക് ലാൻസോപ്രസോൾ പ്രസന്റ് അല്ല, അതിന് പകരം മിസോപ്രസ്റ്റോൾ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. മിസോപ്രസ്റ്റോൾ എന്ന് പറയുന്നത് മെയിനായിട്ട് NSAID ഇൻഡ്യൂസ്ഡ് അൾസറിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ എച്ച് പൈലോറി കോസ് ചെയ്യുന്ന ഗാസ്ട്രിക് അൾസറിന് മിസോപ്രസ്റ്റോളിന് പകരം അവിടെ ലാൻസോപ്രസോൾ, ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ വേണം. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റെജിമൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് റെജിമൻ ആയിട്ട് വരുന്നത്. ക്ലാരിത്രോമൈസിൻ, അമോക്സിസിലിൻ ആൻഡ് ലാൻസോപ്രസോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എ 90-year-old man with diabetes mellitus, hypertension and congestive heart failure presented to his cardiology clinic complaining of nausea, anorexia and visual changes. Current home medication include metformin, aspirin, lisinopril, atorvastatin and digoxin. Which of the following most likely explain the patient's symptoms? Serum creatinine is 250, blood urea nitrogen is 15, sodium 140, potassium 4, chloride 100, bicarbonate 23, കാൽഷ്യം 2.5 ആൻഡ് ഡിഗോക്സിൻ 3. ഓക്കെ, ഇതിൽ നമുക്ക് ലാബ് വാല്യൂസ് നോക്കുമ്പോൾ ഹൈ ആയിട്ട് കാണിക്കുന്നത് സെറം ക്രിയാറ്റിനിൻ ഉണ്ട്, അതേപോലെ തന്നെ ഹൈ വാല്യൂ ബ്ലഡ് യൂറിയ നൈട്രജൻ ഹൈ വാല്യൂ കാണിക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നതാണ് ഡിഗോക്സിൻ 3 ഹൈ വാല്യൂ. അപ്പോൾ ഇത് മൂന്നും ഹൈ വാല്യൂ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് റിപ്പോർട്ട്സിൽ. ഇനി ഓപ്ഷൻസ് പറയുന്നത് ഡിഗോക്സിൻ ലിസനോപ്രിൽ ഇൻട്രാക്ഷൻ, ബി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഓഫ് അറ്റോർവാസ്റ്റാറ്റിൻ, സി കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എക്സാസർബേഷൻ, ഡി ഹൈ സെറം ഡിഗോക്സിൻ ലെവൽ ഡ്യൂ ടു റീനൽ ഇമ്പയർമെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഹൈ സെറം ഡിഗോക്സിൻ ഡ്യൂ ടു റീനൽ ഇമ്പയർമെന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഡിഗോക്സിൻ ടോക്സിസിറ്റിന്റെ സിംറ്റംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള നോസിയ, അനോറക്സിയ, വിഷ്വൽ ചേഞ്ചസ് ഒക്കെ, അതൊക്കെ ഡിഗോക്സിൻ ടോക്സിസിറ്റി കോസ് ചെയ്യുന്ന സിംറ്റംസ് ആണ്. പിന്നെ ഇവിടെ പേഷ്യന്റിന് ഓൾറെഡി സെറം ക്രിയാറ്റിനിൻ അതേപോലെ തന്നെ ബ്ലഡ് യൂറിയ നൈട്രജൻ ഒക്കെ ഹൈ ലെവലാണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഹൈ സെറം ഡിഗോക്സിൻ ലെവൽ ഡ്യൂ ടു റീനൽ ഇമ്പയർമെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സസ്പെൻഡിങ് ഏജന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് oral suspension. Which of the following is the characteristic of this suspending agent? Option A, hydrophilic to inhibit agglomeration. Option B, hydrophobic to inhibit agglomeration. Option C, hydrophilic to prolong gastric emptying time. And option D, hydrophobic to prolong the gastric emptying time. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും ഈ സസ്പെൻഡിങ് ഏജന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചിട്ടുള്ളത്. സസ്പെൻഡിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇറ്റ് ഈസ് ഹൈഡ്രോഫിലിക് ടു ഇൻഹിബിറ്റ് അഗ്ലോമറേഷൻ. ഓക്കെ, സസ്പെൻഡിങ് ഏജന്റ് നമ്മളിപ്പോൾ ഈ ഓറൽ പ്രിപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് എല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് സസ്പെൻഡഡ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സസ്പെൻഡിങ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സസ്പെൻഡിങ് ഏജന്റ് ഓൾവേസ് ഹൈഡ്രോഫിലിക് ആയിരിക്കണം. ഹൈഡ്രോഫിലിക് ആണെന്നുണ്ടെങ്കിൽ അത് വാട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ആ ഒരു സെറ്റിലിങ് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്, ഹൈഡ്രോഫിലിക് ടു ഇൻഹിബിറ്റ് അഗ്ലോമറേഷൻ. ആ ഒരു അഗ്ലോമറേഷൻ അല്ലെങ്കിൽ ക്ലംബിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സസ്പെൻഡിങ് ഏജന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഹൈഡ്രോഫിലിക് ടു ഇൻഹിബിറ്റ് അഗ്ലോമറേഷൻ ആണ്. താങ്ക് യു.